സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയത് ടണലിനെ പറ്റിയായിരുന്നു. ടണലിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ഷേപ്പ്, ബേസ്ഡ് ഓൺ ഇറ്റ് ഷേപ്പ്, ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് ടണൽ, അതേപോലെ അതിൻ്റെ അലൈൻമെൻ്റ് ഒക്കെ ആയിരുന്നു നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് വന്ന ടോപ്പിക്കാണ് സെറ്റിംഗ് ഔട്ട് ഓഫ് ടണൽ. സെറ്റിംഗ് ഔട്ട് ഓഫ് ടണലിൽ തന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റാണ് ട്രാൻസ്ഫർ ഓഫ് സെൻട്രൽ ലൈൻ ഫ്രം സർഫസ് ടു ഗ്രൗണ്ട്, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട്, ഫ്രം സർഫസ് ടു അണ്ടർഗ്രൗണ്ട്. ഈ ഒരു കാര്യം നിങ്ങളുടെ സിലബസിൽ മെയിനായിട്ട് എടുത്ത് പറഞ്ഞേക്കുന്നത്. എന്നാൽ പോലും ഇത് പറഞ്ഞേക്കുന്നത് കൊണ്ട് ഈ പറയുന്ന മൊത്തം തന്നെ നമുക്ക് പഠിക്കണം. കാരണം ഏത് വേണം നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് ഫുൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ സെറ്റിംഗ് ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? സെറ്റിംഗ് ഔട്ട് മീൻസ് മേക്കിംഗ് ദ സെൻട്രൽ ലൈൻ ഓർ അലൈൻമെന്റ് ഓഫ് എനി കൺസ്ട്രക്ഷൻ വർക്ക് ഓൺ ഗ്രൗണ്ട്. അത് നമ്മൾ സെറ്റിംഗ് ഔട്ട് എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോൾ ബിൽഡിംഗ് ആയാൽ പോലും എന്തൊരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ആയാലും ആ ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ റോഡിൻ്റെ ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുക, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് സെറ്റിംഗ് ഔട്ട്. നമുക്ക് ടണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടണൽ മീൻസ് ഇറ്റ്സ് ആൻ അണ്ടർഗ്രൗണ്ട് പാസേജ് ആണ്, അല്ലേ? ഇതിപ്പം ഗ്രൗണ്ട് സർഫസ് ആണ് എങ്കിൽ, ഇത് നമ്മുടെ ഗ്രൗണ്ട് സർഫസ് ആണെങ്കിൽ ടണൽ പോകുന്നതിൻ്റെ അടിയിൽ കൂടി ആയിരിക്കും, സർഫസിന് അടിയിൽ കൂടി ആയിരിക്കും, അല്ലേ? അപ്പോൾ ആ ഒരു ടണലിൻ്റെ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുക, അതാണ് സെറ്റിംഗ് ഔട്ട് ടണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു അടിയിൽ കൂടെ പോകുന്ന പാസേജിൻ്റെ സെൻട്രൽ ലൈൻ, ഇപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ കാണിക്കാനാണെങ്കിൽ, ഇപ്പോൾ ഒരു റോഡാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഈ ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് അണ്ടർ ദ ഗ്രൗണ്ട് ആണ്, ഇത് നമ്മുടെ ടണലിനുള്ളിൽ കൂടെയുള്ള പാസേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ലൈൻ നമുക്ക് മാർക്ക് ചെയ്യണം, അതാണ് സെറ്റിംഗ് ഔട്ട് ടണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെറ്റിംഗ് ഔട്ട് സെൻട്രൽ ലൈൻ ഓഫ് ടണൽ ഇസ് ഡൺ ബൈ 4 സ്റ്റേജസ്. 4 സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആണ് സെറ്റിംഗ് ഔട്ട് ഓഫ് ടണൽ ഓൺ ഗ്രൗണ്ട് സർഫസ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ടണൽ പോകുന്നതിൻ്റെ അടിയിൽ കൂടെ ആണെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് അതിൻ്റെ മുകളിൽ വരുന്ന, അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ഗ്രൗണ്ട് സർഫസിൽ പോയിട്ട് അവിടെ നമ്മൾ സെൻട്രൽ ലൈൻ അങ്ങ് മാർക്ക് ചെയ്യും. കറസ്പോണ്ടിങ് ഈ ഒരു അടിയിൽ വരാൻ പോകുന്നതിൻ്റെ സെൻട്രൽ ലൈൻ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഗ്രൗണ്ട് സർഫസിൽ മാർക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഗ്രൗണ്ട് സർഫസിൽ മാർക്ക് ചെയ്ത പോയിന്റിനെ ഇതിൻ്റെ അടിയിലേക്ക്, നമ്മുടെ ടണലിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അണ്ടർ ദ ഗ്രൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ നമ്മൾ ഫസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യും, എന്നിട്ട് അതിന് നമ്മൾ അണ്ടർ ദ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ സെക്കൻഡ് പോയിന്റ് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് സെൻട്രൽ ലൈൻ ഫ്രം സർഫസ് ടു അണ്ടർഗ്രൗണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്, നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് ഇത് തന്നെയാണ്. നെക്സ്റ്റ് ആണ് അണ്ടർഗ്രൗണ്ട് സെറ്റിംഗ് ഔട്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഓഫ് സെൻട്രൽ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിൽ 2 പോയിന്റ്സേ മാർക്ക് ചെയ്യത്തുള്ളൂ. ഗ്രൗണ്ടിൽ കിട്ടുന്ന 2 പോയിന്റ്സാണ് നമ്മൾ താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്ത 2 പോയിന്റ്സ് നമുക്കിപ്പം അടിയിൽ കിട്ടിയിട്ടുള്ളൂ. സെൻട്രൽ ലൈൻ കറസ്പോണ്ടിങ് ആയിട്ട് 2 പോയിന്റ്സാണ് നമുക്ക് അടിയിൽ കിട്ടിയത്. അപ്പോൾ ഈ 2 പോയിന്റ് വെച്ച് ബാക്കി പോയിന്റ്സ് അല്ലെങ്കിൽ ബാക്കി സെൻട്രൽ ലൈൻ ഫുൾ ആയിട്ട് നമ്മൾ ഇതിൽ സെറ്റ് ഔട്ട് ചെയ്യണം. അതാണ് അണ്ടർഗ്രൗണ്ട് സെറ്റിംഗ് ഔട്ടിൽ പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ടണലിൻ്റെ അടിയിലാണ് നമുക്ക് സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യേണ്ടത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഗ്രൗണ്ട് സർഫസിന് ഗ്രൗണ്ടിന് മുകളിൽ നമ്മൾ സെൻട്രൽ ലൈൻ അങ്ങ് മാർക്ക് ചെയ്യും. അപ്പോൾ അതിന് മെയിനായിട്ട് നമുക്ക് 2 പോയിന്റ്സ് കാണും. ആ 2 പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ 2 പോയിന്റ്സ് നമ്മൾ താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ എല്ലാ പോയിന്റ്സും കൂടെ മൊത്തം കൂടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും? 2 പ്രോമിനൻറ്റ് പോയിന്റ്സ് കാണും. ആ 2 പ്രോമിനൻറ്റ് പോയിന്റ്സ് മാത്രം നമ്മൾ നേരെ ഗ്രൗണ്ട് സർഫസിൽ നിന്നും അണ്ടർഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ഈ 2 പോയിന്റ് വെച്ച് നമ്മൾ ഇന്റർപോളേഷൻ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്സ് ഉപയോഗിച്ച് അടിയിൽ സെറ്റിംഗ് ഔട്ട് നടത്തി ബാക്കി പോയിന്റ്സ് കണ്ടുപിടിക്കും. ആണ് അണ്ടർഗ്രൗണ്ട് സെറ്റിംഗ് ഔട്ടിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ്? അണ്ടർഗ്രൗണ്ട് ലെവലിംഗ്. അപ്പോൾ സെറ്റിംഗ് ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേണ്ട ആ ഒരു ലെവലിൽ തന്നെ നമുക്കറിയായിരിക്കും. ആ ടോപ്പിൽ അല്ലെങ്കിൽ ഫിനിഷിൽ വരുന്ന ലെവൽ നമുക്കറിയായിരിക്കും. ആ ലെവൽ വെച്ചിട്ട് എൻ്റർ ടണൽ നമ്മൾ ഫിനിഷ് ചെയ്യുക അല്ലെങ്കിൽ ലെവൽ ചെയ്യുക. ആണ് അണ്ടർഗ്രൗണ്ട് ലെവലിംഗിൽ വരുന്നത്. 4 പോയിന്റ്സ് ആണ് സെറ്റിംഗ് ഔട്ട് ടണൽ ഓൺ ഗ്രൗണ്ട് സർഫസ്, transfer the center line from surface to underground setting out and underground leveling. ഈ പോയിന്റ്സ് 4 അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ടണലിന്റെ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സെൻട്രൽ ലൈൻ നമ്മൾ ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്യും, അതായത് എർത്തിന്റെ സർഫസിൽ നമ്മൾ മാർക്ക് ചെയ്യും. എന്നിട്ട് അതിന് 2 പ്രോമിനൻറ്റ് പോയിന്റ്സ് ആണ്. ആ 2 പ്രോമിനൻറ്റ് പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യും? നേരെ ആ ടണലിനുള്ളിലേക്ക് അല്ലെങ്കിൽ അണ്ടർ ദ ഗ്രൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ആ കിട്ടിയ 2 പോയിന്റ്സ് നമുക്ക് ടണലിനുള്ളിൽ അല്ലെങ്കിൽ ആ അകത്ത് തന്നെ 2 പോയിന്റ്സ് നമുക്ക് കിട്ടും. ആ 2 പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ബാക്കി സെറ്റിംഗ് ഔട്ട് അടിയിൽ നടത്തും. ആണ് ഈ 3rd പോയിന്റിൽ വരുന്നത്. ലാസ്റ്റ് നമ്മൾ ലെവൽ ചെയ്ത് ഫുൾ അതിൻ്റെ ഫ്ലോർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻവേർട്ട് എന്ന് പറയുന്നത് ക്ലിയർ ആക്കും. അതാണ് ലെവലിംഗിൽ വരുന്നത്. ഈ 4 പോയിന്റ്സ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം സെറ്റിംഗ് ഔട്ട് ഓഫ് ടണൽ ഓൺ ഗ്രൗണ്ട് സർഫസ്. സെറ്റിംഗ് ഔട്ട് ടണൽ ഓൺ ഗ്രൗണ്ട് സർഫസ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്കിപ്പോൾ ഒരു ഹില്ലുണ്ട്, ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു ഹില്ലുണ്ട്. അപ്പോൾ ഹില്ലിന് നമുക്ക് ക്രോസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നും അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമുക്ക്
എത്തണം. സോ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഈ കുന്ന് മുഴുവൻ കയറി ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇതിന് ചുറ്റി നമ്മൾ വരേണ്ടി വരും. സോ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്കണോമിക്കൽ എന്ന് പറയുന്നതായിരിക്കും ഒരു ടണൽ കൺസ്ട്രക്ട് ചെയ്യുക എന്ന് തന്നെ ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമുക്കൊരു ടണൽ കൺസ്ട്രക്ട് ചെയ്യണം. സോ നമുക്ക് എന്ത് വേണം, നമ്മളിപ്പം അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കുഴിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രിൽ ചെയ്താൽ മാത്രം പോരല്ലോ, ഇനി നമുക്ക് അവിടെ അതിൻ്റെ സെൻട്രൽ ലൈൻ നമുക്ക് മാർക്ക് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഗ്രൗണ്ട് സർഫസിൽ സെൻട്രൽ ലൈൻ അങ്ങ് മാർക്ക് ചെയ്യും. അതെങ്ങനെ ചെയ്യുന്നത്, ഇതവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു തിയോഡലൈറ്റ് വെച്ചിട്ട് നമുക്ക് അതങ്ങ് ചെയ്യാം. തിയോഡലൈറ്റ് വെച്ച് എങ്ങനെ നിങ്ങൾ സർവേയിങ്ങിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഓപ്പൺ ട്രാവേഴ്സിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഓപ്പൺ ട്രാവേഴ്സും ഉണ്ട്, ക്ലോസ് ട്രാവേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ട്രാവേഴ്സിംഗ് ആണ് ഈ ഗ്രൗണ്ട് സർഫസിൽ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സോ ഓപ്പൺ ട്രാവേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, രണ്ട് പോയിന്റ്സ് ആണ്. എ എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കറിയാം, ബി എന്ന് പറഞ്ഞ പോയിന്റ് അറിയാം. എയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്, ബിയിൽ നമുക്ക് എത്തേണ്ട അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആണ്. ആ രണ്ട് പോയിന്റ്സ് നമുക്ക് അറിയാൻ പറ്റും. സോ എയും ബിയും വെച്ചിട്ട് നമ്മളുടെ ഓപ്പൺ ട്രാവേഴ്സ് അങ്ങ് നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രൽ ലൈൻ നമ്മളിങ്ങനെ ആ ഗ്രൗണ്ട് സർഫസിൽ അതിന്റെ മുകളിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് പോകും. നമുക്ക് എന്താ ചെയ്യുന്നത്, നമ്മളിപ്പം ബി എന്ന് പറഞ്ഞ പോയിന്റും എ എന്ന് പറഞ്ഞ പോയിന്റും നമുക്കറിയാം ഇന്റർവിസിബിൾ അല്ല, തമ്മിൽ കാണാൻ പറ്റത്തില്ല. കാരണം ഇടയ്ക്ക് കുന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ദേ ആർ നോട്ട് ഇന്റർവിസിബിൾ. സോ നമ്മൾ എന്ത് ചെയ്യും, എയിൽ ഒരു പ്രിസൈസ് തിയോഡലൈറ്റ് വെക്കും, എന്നിട്ട് ബിയിൽ ഒരു ലേസർ യൂണിറ്റ് സെറ്റ് ചെയ്യും. തിയോഡലൈറ്റ് തന്നെ ലേസർ യൂണിറ്റ് സെറ്റ് ചെയ്യും. അതിനാണ് സാധാരണ നമ്മൾ റേഞ്ചിങ് റോഡാണ് വെക്കാറ്. റേഞ്ചിങ് റോഡ് എന്ന് പറയുമ്പോൾ അത്രയും ഹൈറ്റിൽ വേണം, കാരണം ഒരു കുന്നെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അത്രത്തോളം അതിന് ഹൈറ്റ് കാണും അല്ലേ. സോ ആ ഒരു ഹൈറ്റ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആ പോളിന് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ലേസർ പോൾ. അപ്പോൾ ലേസർ പോൾ ആകുമ്പോൾ എത്ര ഹൈറ്റ് വേണേൽ അതങ്ങ് പൊയ്ക്കോളൂ. അതിനുവേണ്ടി നമ്മളിവിടെ ലേസർ യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം എന്താണ്, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ ഒരു ലേസർ പോൾ നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് ഇങ്ങോട്ട് സൈറ്റ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് ഓപ്പൺ ട്രാവേഴ്സിംഗ് വഴി എന്ത് ചെയ്യാം, ഗ്രൗണ്ടിലെ പോയിന്റ്സ്, കറസ്പോണ്ടിങ് പോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗ്രൗണ്ട് സർഫസിൽ അല്ലെങ്കിൽ ഒരു കുന്നിന്റെ മുകളിൽ നമുക്ക് പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. ഇതാണ് എഴുതി വെച്ചേക്കുന്നത്. ഇഫ് ദർ ഈസ് എ സിംഗിൾ പീക്ക് ഇൻ ദ മിഡിൽ, മെത്തേഡ് ഓഫ് ബാലൻസിങ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു ഫിക്സ് ഇൻ ബിറ്റ്വീൻ പോയിന്റ്സ്. മെത്തേഡ് ഓഫ് ബാലൻസിങ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ ഓൾറെഡി സർവേയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാവും. മെത്തേഡ് ഓഫ് ബാലൻസിങ്, അതേപോലെ എന്താണ് ഓപ്പൺ ട്രാവേഴ്സ് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇനി. സോ ഓപ്പൺ ട്രാവേഴ്സിങ് മെത്തേഡ് ഓഫ് ബാലൻസിങ് വെച്ച് നമുക്ക് സർവേസ് ഈ ഒരു ഗ്രൗണ്ട് സർഫസിൽ ഗ്രൗണ്ടിന്റെ മുകളിൽ ഡിഫറെൻറ്റ് പോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് സെറ്റിംഗ് ഔട്ട് ഓഫ് ടണൽ ഓൺ ഗ്രൗണ്ട് സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൗണ്ട് സർഫസിൽ നമുക്കിപ്പോൾ പോയിന്റ്സ് കിട്ടി. ഇനി ഈ പോയിന്റ്സ് നമ്മൾ താഴേക്ക് കൊണ്ടുവന്നാൽ മതി. സോ ഈ കാണിച്ചേക്കുന്നതാണ് നമ്മൾ ടണൽ എന്ന് പറയുന്നത്. ഈ ഒരു ഡോട്ട് ലൈനിലേക്ക് കാണിച്ചേക്കുന്നതാണ് ടണലിന്റെ ടണൽ അപ്രോച്ച് മീൻസ് ടണലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ടണലാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ലേസർ യൂണിറ്റ് ഉണ്ട് ഇവിടെ, ലേസർ പോൾ കാണും, അതിൽ നിന്നും ഇപ്പുറത്തെ ഒരു പ്രിസൈസ് തിയോഡലൈറ്റ് കാണും. ഷാഫ്റ്റ് മീൻസ് വെർട്ടിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പാസേജ്. വെർട്ടിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന പാസേജ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഷാഫ്റ്റ്. ഹൊറിസോണ്ടൽ ടണലും ഉണ്ട്, വെർട്ടിക്കൽ ഷാഫ്റ്റും ഉണ്ട്. അപ്പോൾ ഷാഫ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെക്സ്റ്റ് സെഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫറിങ് ഓഫ് ഗ്രേഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫറിങ് ഓഫ് സെൻട്രൽ ലൈൻ ഫ്രം ഗ്രൗണ്ട് സർഫസ് ടു ടണൽ നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് ദിസ് ഷാഫ്റ്റ് ആണ്. ഷാഫ്റ്റിനെ പറ്റി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ക്ലിയർ ആയിട്ട് പഠിക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു ഹില്ല് ഉണ്ട്, ഒരു ഹിൽ ടോപ്പ് ഉണ്ട്. സോ എ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമുക്ക് എത്തിച്ചേരണം. സോ എയും ബിയും ദേ ആർ ഇൻഡിവിസിബിൾ, അല്ലെങ്കിൽ ഈ ഹില്ല് കാരണം തന്നെ അങ്ങോട്ടുള്ള ഒരു മൊബിലിറ്റി ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ നമുക്ക് ഒന്നെങ്കിൽ അതിനെ ചുറ്റി പോകണം, അല്ലെങ്കിൽ ഇത് കയറി ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഇൻസ്റ്റെഡ് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ടണൽ കൺസ്ട്രക്ട് ചെയ്യാം. സോ എങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത്, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് ഒരു ഓപ്പൺ ട്രാവേഴ്സിങ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ലേസർ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു പ്രിസെറ്റ് തിയോഡലൈറ്റ് ഉണ്ടെങ്കിൽ ബൈ മീൻസ് ഓഫ് ഓപ്പൺ ട്രാവേഴ്സ് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ബാലൻസിങ് വെച്ചിട്ട് നമുക്ക് ഗ്രൗണ്ട് സർഫസിലെ പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്, വിച്ച് ഈസ് സെറ്റിംഗ് ഔട്ട് ഓഫ് ടണൽ ഓൺ ഗ്രൗണ്ട് സർഫസ്. സോ നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു, ട്രാൻസ്ഫറിംഗ് ഓഫ് സെൻട്രൽ ലൈൻ ഫ്രം സർഫസ് ടു അണ്ടർഗ്രൗണ്ട്. നമ്മൾ ഇവിടെ കിട്ടിയ ഈ പോയിന്റ്സ്, ഇവിടെ കുറെ പോയിന്റ്സ് നമുക്ക് കിട്ടി. ഈ പോയിന്റ് നമ്മൾ ഇനി താഴേക്ക് കൊണ്ടുവരണം. നമ്മൾ ടണലിനുള്ളിലേക്ക് നമുക്ക് കൊണ്ടുവന്നാലേ ടണലിന്റെ സെൻട്രലിൽ നമുക്കിനി മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അണ്ടർഗ്രൗണ്ട് ഷാഫ്റ്റ്സ്. അണ്ടർഗ്രൗണ്ട് ഷാഫ്റ്റ് അറ്റ് ഇന്റർവെൽ ഓഫ് 500 മീറ്റർ അലോങ് ട്രാവേഴ്സ് ലൈൻ. നമ്മൾ ഇവിടെ കിട്ടിയ ഈ ഒരു ഗ്രൗണ്ട് സർഫസിലെ സെൻട്രൽ ലൈൻ ഉണ്ടല്ലോ, അതായി കാണിച്ചിരിക്കുന്ന എ ബി എന്ന് പറയുന്ന ലൈൻ. സോ എ ബി മീൻസ് എന്താണ്, എ ബി നമ്മുടെ ഗ്രൗണ്ട് സർഫസിലുള്ള
നമ്മൾ മാർക്ക് ചെയ്ത ആ സെൻട്രൽ ലൈൻ ആണ് എ ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എ ബിയിൽ നമ്മൾ കുറെ ഷാഫ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അതിന് ഇന്റർവെല്ലോ 500 മീറ്റർ, ഓരോ 500 മീറ്റർ ഇന്റർവെല്ലോ അല്ലെങ്കിൽ ഓരോ 1/2 കിലോമീറ്ററിൽ നമ്മൾ ഇതുപോലെ ഷാഫ്റ്റ് വെക്കും. ഷാഫ്റ്റ് മീൻസ് ഒന്നും ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ ഒരു വുഡൻ ബ്ലോക്ക് ആണ് ഈ കാണിച്ചിരിക്കുന്ന റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു വുഡൻ ബ്ലോക്ക് ആണ്. അതിന്റെ ഫ്രെയിം സൈസ് ഒക്കെ ഉണ്ട് 3 മീറ്റർ ബൈ 3 മീറ്റർ. റെക്ടാംഗിൾ അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പം റെക്ടാംഗിൾ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഫ്രെയിം ആണ്, വുഡൻ ഫ്രെയിം ആണ് നമ്മുടെ ഷാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു എ ബി ലൈൻ നമുക്ക് ഓൾറെഡി കിട്ടി. ഈ കാണുന്ന നമ്മളിവിടെ ചെയ്ത ലൈനാണ് എ ബി എന്ന് പറയുന്നത്. അപ്പോൾ എ ബി ലൈൻ നമുക്ക് അറിയാമെങ്കിൽ എ ബി ലൈനിൽ കൊണ്ടുപോയി നമ്മൾ ഈ ഒരു ഷാഫ്റ്റ് അല്ല, ഈ ഒരു ഫ്രെയിം, റെക്ടാങ്കുലർ ഫ്രെയിം ഇങ്ങനെ അങ്ങ് വെക്കും. എന്നിട്ട് ആ ഫ്രെയിമിന്റെ രണ്ട് എൻഡ് കാണുമല്ലോ. ഈ ഒരു ഫ്രെയിം ആണെങ്കിൽ ആ എ ബി ലൈനിന് 2 പോയിന്റിൽ അത് ഇന്റർസെക്ട് ചെയ്യും. സേ ഇറ്റ് ഇസ് എക്സ് ആൻഡ് വൈ. എക്സിലും വൈയിലും അത് ഈ എ ബി ലൈനിനെ കൂട്ടിമുട്ടും അല്ലെ. അപ്പൊ നമ്മൾ ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റിലും വൈ എന്ന് പറയുന്ന പോയിന്റിലും എന്ത് ചെയ്യും? ഓരോ സ്ക്രൂ വെച്ചിട്ട് ഫിക്സ് ചെയ്യും. Iron plates are fixed and screwed down and holes are drilled along A and B at X and Y. നമ്മൾ എക്സ് എന്ന് പറയുന്ന പോയിന്റിലും വൈ എന്ന് പറയുന്ന പോയിന്റിലും എന്താണ് എക്സും വൈയും? എ ബി ലൈനോ ആയിട്ട് നമ്മുടെ റെക്ടാങ്കുലർ ഫ്രെയിം ടച്ച് ചെയ്യുന്ന പോയിന്റ്സ്. എ ബി ലൈനിൽ നമ്മുടെ റെക്ടാങ്കുലർ ഫ്രെയിംസിന്റെ 2 സൈഡ്സ് ഉണ്ട്. ആ 2 സൈഡ്സ് കോയിൻസൈഡ് അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ആണ് എക്സും വൈയും. അപ്പോൾ എക്സിലും വൈയിലും നമ്മൾ ഓരോ അയൺ പ്ലേറ്റ്സ് അങ്ങ് ഡ്രിൽ ചെയ്ത് വെക്കും ബൈ മീൻസ് ഓഫ് സ്ക്രൂ വെച്ചിട്ട് നമ്മൾ 2 അയൺ പ്ലേറ്റ് ഇങ്ങനെ ഡ്രിൽ ചെയ്യും എക്സിലും വൈയിലും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സിൽ കൂടെയും വൈയിൽ കൂടെയും നമ്മൾ അടിയിലേക്ക് ഡ്രിൽ ചെയ്തിറങ്ങും, ഷാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ, ഈ ഫിഗറിൽ കാണിച്ച പോലെ ഉണ്ടോ, ഇവിടെ ഒരു എക്സ് പോയിന്റും കാണും, വൈ പോയിന്റും കാണും. അപ്പോൾ എക്സിൽ നിന്നും വൈയിൽ നിന്നും നമ്മൾ ഒരു അയൺ പ്ലേറ്റ് വെച്ചിട്ട് അതുവഴി നമ്മൾ താഴേക്ക് കുഴിക്കും അല്ലെങ്കിൽ താഴേക്ക് ഡ്രിൽ ചെയ്യും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഷാഫ്റ്റ്. ആ വെർട്ടിക്കൽ പാസേജിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഷാഫ്റ്റ്. സോ എക്സിലും വൈയിലും നമ്മൾ അയൺ പ്ലേറ്റ് വെച്ചിട്ട് അതുവഴി നമ്മൾ താഴേക്ക് ഡ്രിൽ ചെയ്തിറങ്ങും. എന്നിട്ട് ആ ഹോളിൽ കൂടെ നമ്മൾ പ്ലം ബോബ് താഴേക്ക് ഡ്രോപ്പ് ചെയ്യും. അവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ? ഈ കാണിച്ചിരിക്കുന്നതാണ് നമുക്ക് ഇത് നമ്മുടെ എക്സ് എന്ന് വിളിക്കാം. നമ്മുടെ എക്സ് പോയിന്റും ഉണ്ട്, നമ്മുടെ വൈ പോയിന്റും ഉണ്ട്. അപ്പം എക്സും വൈയും പോയിന്റ് നമുക്കുണ്ട്. അപ്പം എക്സിലും വൈയിലും കൂടെ നമ്മൾ അയൺ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അവിടെ. എന്നിട്ട് നമ്മൾ അതിലും വഴി താഴേക്ക് നമ്മൾ ഡ്രിൽ ചെയ്ത് ഇറങ്ങും. ഇറങ്ങിയിട്ട് അതിലും വഴി നമ്മൾ പ്ലം ബോബ് ഡ്രോപ്പ് ചെയ്യും. പ്ലം ബോബ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചിട്ടുണ്ട്, ഈ പ്ലം ബോബ് എന്ന് പറയുന്ന ഒരു ബക്കറ്റിനുള്ളിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ബക്കറ്റിനുള്ളിൽ ഓയിൽ, എന്തെങ്കിലും ഒരു വിസ്കസ് ആയിട്ടുള്ള മെറ്റീരിയൽ കാണും. അത് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വയർ അല്ലെങ്കിൽ ഈ ഒരു പ്ലം ബോബ് എക്സാക്ട്ലി ടൈറ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് വെയിറ്റ് ഉള്ള സാധനം ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ബക്കറ്റിനുള്ളിൽ ഓയിൽ അല്ലെങ്കിൽ അതുപോലെ വിസ്കസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉള്ള ഒരു ബക്കറ്റ് ഇവിടെ കെട്ടി തൂക്കിയിടുന്നത്. ബക്കറ്റിനുള്ളിലാണ് നമ്മൾ പ്ലം ബോബ് പ്ലേസ് ചെയ്യുന്നത്. ആണ് കാണിച്ചിരിക്കുന്നത്. സോ എന്താണ്, എ ബി ലൈൻ നമ്മൾ ഓൾറെഡി ഗ്രൗണ്ടിൽ സെറ്റ് ഔട്ട് ചെയ്തതാണ്. ആ എ ബി ലൈനിൽ കൊണ്ടുപോയി നമ്മൾ നമ്മുടെ റെക്ടാങ്കുലർ ഫ്രെയിം വെക്കും. ആ ഫ്രെയിം എ ബി ലൈനെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ എക്സ് എന്നും വൈ എന്നും വിളിച്ചു. എക്സിലും വൈയിൽ നമ്മൾ ഒരു അയൺ പ്ലേറ്റ് ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതുവഴി അങ്ങ് എക്സ്കവേറ്റ് ചെയ്ത് താഴേക്ക് ഇറങ്ങുവാണ്. ഷാഫ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതുപോലെ ഷാഫ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടോ, ഈ ഒരു ഷാഫ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതുവഴി നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട് എക്സിലും വൈയിലും കൂടെ ഓരോ പ്ലം ബോബ് ഇൻസേർട്ട് ചെയ്യും. പ്ലം ബോബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ പ്ലം ബോബ് എന്ന് പറയുന്നത് 2 ബക്കറ്റ്സിനുള്ളിൽ പ്ലേസ് ചെയ്തേക്കുവാണ്, വിച്ച് ഈസ് ഫിൽഡ് വിത്ത് ഓയിൽ സോ ആസ് ടു ഗെയിൻ സഫിഷ്യൻറ്റ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സഫിഷ്യൻറ്റ് വെയിറ്റ്, സോ ആസ് ടു റിമൈൻ ദിസ് പ്ലം ബോബ് ഇൻ എക്സാക്ട്ലി ടൈറ്റ് പൊസിഷൻ. ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് കിട്ടും, വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഈ എക്സും വൈ ഞാൻ മാർക്ക് ചെയ്ത് മാറിപ്പോൾ ഇത് എക്സും ഇത് വൈയും ആണെന്നിരിക്കട്ടെ, അങ്ങനെ നമ്മൾ അപ്പുറത്ത് പറഞ്ഞത്. അപ്പോൾ ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് എക്സ് കിട്ടി, കണ്ടോ, ഇവിടെ ഒരു പോയിന്റ് എക്സ് കിട്ടും. ഈ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് വൈ, ഇവിടെ ഒരു പോയിന്റ് വൈ നമുക്ക് കിട്ടി. ആ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു എക്സ് വൈ പോയിന്റ് നമുക്ക് ടണലിനുള്ളിൽ കിട്ടി. ഇപ്പം നമ്മൾ പുറത്ത് നിന്ന പോയിന്റ് എക്സും വൈയും ആയിരുന്നു, അത് നമ്മൾ നേരെ ട്രാൻസ്ഫർ ചെയ്ത് ടണലിനുള്ളിലേക്ക് എക്സ് വൈ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ടണലിനുള്ളിലേക്ക് എത്തിച്ചു. ഇതാണ് ട്രാൻസ്ഫറിങ് ഓഫ് സെൻട്രൽ ലൈൻ ഫ്രം ഗ്രൗണ്ട് സർഫേസ് ടു അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് സർഫേസിൽ കിടന്ന എക്സിനെയും വൈയും നമ്മൾ എന്ത് ചെയ്തു? ഇതുവഴി ഷാഫ്റ്റ് വഴി ട്രാൻസ്ഫർ ചെയ്ത് ടണലിനുള്ളിലാക്കി മാറ്റി. എക്സും വൈയും ട്രാൻസ്ഫർ ഓഫ് സെൻട്രൽ ലൈൻ ഫ്രം സർഫേസ് ടു അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തിച്ചു. ഇത്രയാണ് സെക്കൻഡ് പോയിന്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് സെൻട്രൽ ലൈനിൽ വരുന്നത്. നെക്സ്റ്റ് അണ്ടർഗ്രൗണ്ട് സെറ്റിംഗ് ഔട്ട് ആണ്.
അണ്ടർഗ്രൗണ്ട് സെറ്റിംഗ് ഔട്ട് മീൻസ് നമുക്കിപ്പം എന്താ എക്സും വൈയും മാത്രമേ കിട്ടിയുള്ളൂ, 2 പോയിന്റ്സേ കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് 2 ലൈനും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് താഴെ സെൻട്രൽ ലൈൻ കിട്ടി, എക്സ് വൈ എന്ന് പറയുന്ന സെൻട്രൽ ലൈൻ നമുക്ക് കിട്ടി. ഇനി എക്സ് വൈ എന്ന പോയിന്റ് നമ്മൾ അപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇത് വളരെ ചെറിയൊരു പോർഷനാണ്, ഒരു ചെറിയ ഫ്രെയിം വെച്ചു, നമ്മുടെ എ ബി എന്ന് പറയുന്ന ലൈൻ ആയിരുന്നു, അതിൽ ചെറിയൊരു പോർഷനിൽ മാത്രമേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. എക്സും വൈ മീൻസ് ഇൻ ബിറ്റ്വീനുള്ള 2 പോയിന്റ്സ് നമുക്ക് കിട്ടിയത്. ടണലിന് ഉള്ളിലേക്ക് പോകുമ്പോഴും ഇൻ ബിറ്റ്വീനുള്ള പോയിന്റ്സ് ആണ് എക്സും വൈയും. ഇനി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലേ, സെൻട്രൽ ലൈൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പോയിന്റാണ് പ്രൊസീജിയറാണ് സെറ്റിംഗ് ഔട്ട് ഓഫ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സെറ്റിംഗ് ഔട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അണ്ടർഗ്രൗണ്ട് സെറ്റിംഗ് ഔട്ടിൽ വരുന്നതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഓക്കെ, ഈ ഒരു ഹെഡിങ് അണ്ടർഗ്രൗണ്ട് സെറ്റിംഗ് ഔട്ട് എന്നാണ്, ഇത് നിങ്ങൾ മാറ്റിന്ന് വായിക്കണം. ഇത് അണ്ടർഗ്രൗണ്ട് സെറ്റിംഗ് ഔട്ട് ആണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമുക്കിപ്പം അണ്ടർഗ്രൗണ്ടിൽ നോക്കാനാണെങ്കിൽ എക്സും വൈ എന്ന് പറഞ്ഞ 2 പോയിന്റ്സ് നമുക്ക് അറിയാം. സോ നമ്മൾ എന്ത് ചെയ്യും, വി ടേക്ക് എ റാൻഡം പോയിന്റ് പി എന്ന് പറഞ്ഞ ഒരു റാൻഡം പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യും. ചുമ്മാ ഒരു പോയിന്റ് പി എടുക്കും, സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ വിസിബിൾ ഫ്രം പി. പിയിൽ നിന്ന് നോക്കിയാൽ എക്സും വൈയും കാണുന്ന രീതിയിൽ 2 പോയിന്റ്സ്, അതായത് പിയിൽ നിന്ന് നോക്കിയാൽ എക്സും വൈയും കാണണം, ആ രീതിയിൽ നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പി എക്സ്, പി വൈ, എക്സ് വൈ, ഇത് 3 നമ്മൾ മെഷർ ചെയ്യും. ടേപ്പ് വെച്ചിട്ട് നമുക്ക് പി എക്സ് മെഷർ ചെയ്യുക, പി വൈ മെഷർ ചെയ്യുക, എക്സ് വൈ മെഷർ ചെയ്യുക. ദെൻ മാർക്ക് എ റാൻഡം പോയിന്റ് ആർ. ആർ എന്ന് പറയുന്ന ഒരു റാൻഡം പോയിന്റ്, എവിടെയെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ആർ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യും. പോയിട്ട് എക്സ് വൈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിലൊരു റാൻഡം പോയിന്റ് ആർ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിൽ തന്നെ പറഞ്ഞില്ല, നമുക്ക് എവിടെയെങ്കിലും ഒരു റാൻഡം പോയിന്റ് ആർ നമ്മൾ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ആർ അറ്റ് റാൻഡം. എന്നിട്ട് എന്ത് ചെയ്യണം, മെഷർ ആംഗിൾസ് വൈ പി ആർ. വൈ പി ആർ. പി നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തു. എ പോയിന്റ് പി ഈസ് മാർക്ക് സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ വിസിബിൾ ഫ്രം പി. അത് വെച്ച് നമ്മൾ പി മാർക്ക് ചെയ്തു. ദെൻ വി ടേക്ക് അനദർ റാൻഡം പോയിന്റ് ആർ ആൻഡ് മെഷേർഡ് ആംഗിൾ വൈ പി ആർ. വൈ പി ആർ നമ്മൾ മെഷർ ചെയ്യുക. പിന്നെ മെഷർ ചെയ്യണം എക്സ് പി ആർ. എക്സ് പി ആർ മെഷർ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ വൈ പി ആർ മെഷർ ചെയ്തു, ദെൻ നമ്മൾ എക്സ് പി ആർ മെഷർ ചെയ്തു. ഇനി വൈ പി ആർ അറിയാം, എക്സ് പി ആർ അറിയാം. അങ്ങനെയാണെങ്കിൽ വൈ പി എക്സ് എന്തായിരിക്കും, വൈ പി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വൈ പി എക്സ് വിൽ ബി ഈക്വൽ ടു വൈ പി ആറിൽ നിന്നും, ഈ വലിയ ആംഗിൾ വൈ പി ആറിൽ നിന്നും എക്സ് പി ആർ കുറച്ചാൽ പോരെ. എക്സ് പി ആർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈ പി എക്സ് കിട്ടും. സോ ഫസ്റ്റ് നമ്മൾ വൈ പി ആർ മെഷർ ചെയ്തു, എക്സ് പി ആർ മെഷർ ചെയ്തു, അവർ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, വൈ പി എക്സ് കിട്ടും. ആണ് വൈ പി എക്സ് കിട്ടുമെന്ന് പറഞ്ഞത്. നെക്സ്റ്റ് എന്താണ്, പി വൈ എക്സ്. പി വൈ എക്സ്. പി വൈ എക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ മീൻസ് ഓഫ് സൈൻ റൂൾ ആണ്. സൈൻ റൂൾ എന്താ പറയുന്നത്, സൈൻ ഓഫ് ആൻ ആംഗിൾ ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ. സൈൻ ഓഫ് ആൻ ആംഗിൾ ഇപ്പം പി വൈ എക്സ് ആണെങ്കിൽ സൈൻ പി വൈ എക്സ്. സൈൻ പി വൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത് സൈൻ പി വൈ എക്സ് ഡിവൈഡ് ബൈ വൈക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്, ദാറ്റ് ഈസ് പി എക്സ്. സൈൻ പി വൈ എക്സ് ഡിവൈഡ് ബൈ പി എക്സ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, സൈൻ എക്സ് പി വൈ ഡിവൈഡ് ബൈ എക്സ് വൈ. ഇതെല്ലാം നിങ്ങൾ സർവേയിലും മാത്സിലും ഒക്കെ പഠിക്കുന്നില്ല, സൈൻ ആംഗിൾ, സൈൻ റൂളൊക്കെ. മെക്കാനിക്സ്, ഫസ്റ്റ് ഇയർ മെക്കാനിക്സ് നിങ്ങൾ പഠിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. സൈൻ റൂൾ എന്താ പറയുന്നത്, സൈൻ ഓഫ് ആൻ ആംഗിൾ ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് വിൽ ബി ഈക്വൽ ടു സൈൻ ഓഫ് ദ നെക്സ്റ്റ് ആംഗിൾ ഡിവൈഡ് ബൈ അതിന് കറസ്പോണ്ടിങ് വരുന്ന ഓപ്പോസിറ്റ് എന്താണ്, ഓപ്പോസിറ്റ് സൈഡ്. ജസ്റ്റ് ഞാൻ പറയാൻ വേണമെങ്കിൽ ഇപ്പം എ ബി സി എന്നൊരു ട്രയാങ്കിൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ, എ ബി സി എന്ന ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, സൈൻ എ, സൈൻ ഓഫ് ആംഗിൾ എ, ദാറ്റ് ഈസ് സൈൻ എ ഡിവൈഡഡ് ബൈ എക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്. എ ഇതാണ്, എക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്ന് പറയുമ്പോൾ ബി സി. സോ സൈൻ എ ഡിവൈഡ് ബൈ ബി സി വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, സൈൻ ബി ഡിവൈഡ് ബൈ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്താണ്, ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ്, എ സി. സോ ഡിവൈഡ് ബൈ എ സി. നിങ്ങൾ മെക്കാനിക്സ് പഠിച്ചാണ് ഫസ്റ്റ് ഇയർ. ആ ഒരു റൂളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫോർ ഫൈൻഡിങ് പി വൈ എക്സ്. ആംഗിൾ പി വൈ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ സൈൻ റൂള് ഈ ഒരു ട്രയാങ്കിൾ ഏതാണ്, വൈ പി എക്സ് എന്ന ട്രയാങ്കിൾ നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സൈൻ പി വൈ എക്സ് അല്ലെങ്കിൽ പി വൈ എക്സ് എന്ന ആംഗിൾ നമുക്ക് കിട്ടും.
സോ നമുക്ക് എന്തൊക്കെ കിട്ടി? ഇപ്പം നമ്മൾ പി എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തു, എന്നിട്ട് പി എക്സ്, പി വൈ, എക്സ് വൈ ഇത് മൂന്നും മെഷർ ചെയ്തു. ആർ എന്നൊരു പോയിന്റ് റാൻഡം ആയിട്ട് എടുത്തു, അത് വെച്ചിട്ട് നമ്മൾ വൈ പി ആർ, എക്സ് പി ആർ മാർക്ക് ചെയ്തു. അവർ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ വൈ പി എക്സ് കിട്ടും. ദെൻ ഈ സൈൻ റൂൾ വെച്ചിട്ട് പി വൈ എക്സ് നമുക്ക് കിട്ടി. അവിടെ വരെ നമ്മൾ എത്തി. പി വൈ എക്സ് നമുക്ക് കിട്ടി. ഇനി ഒരു ട്രയാങ്കിൾ നോക്കിയേ, വൈ പി ക്യൂ. വൈ പി ക്യൂ എന്നൊരു ട്രയാങ്കിൾ നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് അറിയത്തില്ല എവിടെയാണെന്ന്. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് അറിയില്ല. ഈ ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. നമുക്ക് എക്സ് വൈ ലൈൻ കിട്ടി. എക്സ് വൈ ഈസ് ദ സെന്റർ ലൈൻ എന്ന് നമുക്ക് അറിയാം. ഈ എക്സ് വൈയെ നമുക്ക് ഇപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. സോ നമ്മൾ എക്സ് വൈയെ ക്യൂ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് പി ക്യൂ കണ്ടുപിടിക്കണം. പി ക്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ ഒരു ട്രയാങ്കിൾ അസ്യൂം ചെയ്യുക. ട്രയാങ്കിൾ വൈ പി ക്യൂ അല്ലെങ്കിൽ പി ക്യൂ വൈ. പി ക്യൂ വൈയില് സൈൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ സൈൻ ഓഫ് പി വൈ എക്സ് ചെയ്താലും മതി. സൈൻ പി വൈ എക്സ് എന്തായിരിക്കും? സൈൻ ഓഫ് പി വൈ എക്സ് വിൽ ബി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുക്കുമ്പോൾ പി ക്യൂ ബൈ പി വൈ എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് പി ക്യൂ കണ്ടുപിടിക്കാൻ പറ്റും. പി ക്യൂ വിൽ ബി ഈക്വൽ ടു വൈ പി ഇൻറ്റു സൈൻ പി വൈ എക്സ്. ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ട്രയാങ്കിൾ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു, അതിൽ നിന്നും സൈൻ വൈ ഞാൻ അങ്ങ് എടുത്തു. സൈൻ വൈയുടെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് പി ക്യൂവിന്റെ വാല്യൂ കിട്ടും. ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പി ക്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കണം. നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുപോയി നമ്മൾ തിയോറലായിട്ട് സെറ്റ് ചെയ്യും. പി എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ട് തിയോറലായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ വൈയിലേക്ക് ബാക്ക് സൈഡ് എടുക്കും. വൈയിലേക്ക് സൈഡ് ചെയ്യും. ഓക്കെ, വൈയിലേക്ക് സൈഡ് ചെയ്ത് എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലെ മോഷൻ ബ്ലോക്ക് ചെയ്തിട്ട് നേരെ അങ്ങ് ട്രാൻസിറ്റ് ചെയ്യുക. 180 ഡിഗ്രി നേരെ അങ്ങ് തിയോറലായിട്ട് തിരിക്കുക. തിയോറൽ നിങ്ങൾക്ക് അറിയാവുന്നതല്ല, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ ചെയ്തായിരുന്നു. ട്രാൻസിറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നേരെ 180 ഡിഗ്രി ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലസ്കോപ്പ് ഇപ്പം എന്തായി? പി പി ഡാഷ്. അതിന് നേരെ അപ്പുറത്തേക്കായി അല്ലേ? നമുക്ക് പി ഡാഷ് എന്ന് പറഞ്ഞ ആ ഒരു ലൈനിലേക്കായി നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ തിയോറൽ ലൈനിന്റെ പൊസിഷൻ അല്ലേ? പി വൈയിലേക്ക് സൈഡ് ചെയ്യുക, നേരെ ട്രാൻസിറ്റ് ചെയ്യുക. അപ്പം എന്ത് കിട്ടും? പി പി ഡാഷിലേക്കായി നമ്മുടെ തിയോറൽ ലൈനിന്റെ ഇപ്പോഴത്തെ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മെഷർ ചെയ്ത പി വൈ എക്സ് എന്ന ആംഗിള് അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പി വൈ എക്സ് അല്ലേ? ഈ പി വൈ എക്സ് എന്ന ആംഗിള് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സൈറ്റ് ചെയ്യും. നമ്മുടെ തിയോറൽ ഇപ്പം എങ്ങോട്ടായിരിക്കുന്നത്? പി പി ഡാഷിലാണ് നമ്മൾ തിയോറലായിട്ട് ഇരിക്കുന്നത്. അപ്പൊ അവിടെ നിന്നും അല്ലെങ്കിൽ അവിടെ സീറോ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് സൈറ്റ് ചെയ്യും. എത്ര ആംഗിള്? an angle of പി വൈ എക്സ്. പി വൈ എക്സ് എന്ന ആംഗിൾ അല്ലെങ്കിൽ ഈ പി വൈ എക്സ് ആംഗിൾ എത്രയാണോ അത്രയും ആംഗിൾ ഇങ്ങോട്ട് സൈറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇപ്പൊ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് എങ്ങനെ ഇരിക്കുന്നത്? പി പി ഡാഷിലേക്കാണ് ഇരിക്കുന്നത്. പി പി ഡാഷ് നമ്മൾ മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ പി ഡാഷിലെ ഒരു റേഞ്ചിങ്ങിലൂടെ വല്ലതും വെച്ചിട്ട് നമുക്ക് പി ഡാഷ് കൂടെ നമുക്ക് അങ്ങ് മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് പി പി ഡാഷ് കിട്ടി, പി ഡബിൾ ഡാഷ് കിട്ടി. ഓക്കെ, ഈ പി ഡാഷ് പി പി ഡാഷിൽ നിന്നും ആംഗിൾ പി വൈ എക്സ് ഇങ്ങോട്ട് മാറ്റുമ്പോൾ കിട്ടുന്നതാണ് പി ഡബിൾ ഡാഷ്. ഇപ്പൊ പി പി ഡബിൾ ഡാഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കങ്ങ് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പി പി ഡബിൾ ഡാഷിന് പെർപെൻഡിക്കുലർ ആയിട്ട് പി പി ഡബിൾ ഡാഷ്, ഇവിടെ ഒരു പി ഉണ്ട്, പി ഡബിൾ ഡാഷ് ഉണ്ട്. പി പി ഡബിൾ ഡാഷിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ലൈനിങ് വരക്കും. എന്നിട്ട് അതിൽ നമ്മൾ പി ക്യൂ ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. പി പി ഡബിൾ ഡാഷിന് 90 ഡിഗ്രിയുടെ ഒരു ലൈൻ മാർക്ക് ചെയ്യുക. അതിൽ പി ക്യൂവിന്റെ ഡിസ്റ്റൻസ് നമുക്ക് അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മളിങ്ങ് മാർക്ക് ചെയ്യും. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദ പോയിന്റ് ക്യൂ. നമുക്ക് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് അതിലങ്ങ് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇപ്പം എക്സ് വൈ ആയിരുന്നു നമ്മുടെ സെൻട്രൽ ലൈൻ, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ക്യൂ വരെ എത്തിക്കാൻ പറ്റി. ഈ പ്രോസസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നമുക്ക് ചെയ്ത് പോവാം. ഇതാണ് ട്രാൻസ്ഫർ ഓഫ് സെൻട്രൽ ലൈൻ ഫ്രം സർഫേസ് ടു അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ട് സെറ്റിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എക്സും വൈയും താഴേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു എക്സും കിട്ടി, ഇവിടെ ഒരു വൈയും കിട്ടി. നമ്മൾ ഒരു റാൻഡം പോയിന്റ് പി സെലക്ട് ചെയ്യും സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ വിസിബിൾ ഫ്രം പി. എന്നിട്ട് നമ്മൾ പി എക്സ് മെഷർ ചെയ്യും, പി വൈ മെഷർ ചെയ്യും, എക്സ് വൈ മെഷർ ചെയ്യും. ദെൻ വി ടേക്ക് അനദർ റാൻഡം പോയിന്റ് ആർ ആൻഡ് മെഷർ ആംഗിൾ
YPR and XPR. YPR ഉം XPR ഉം മെഷർ ചെയ്യും. അപ്പോൾ YPR മൈനസ് XPR ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് YPX കിട്ടും. പിന്നെ എന്താണ് ഈ ഒരു ട്രയാങ്കിൾ YPX എന്ന ട്രയാങ്കിൾ എടുത്ത് അതിൽ സൈൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ PYX നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ അസ്യൂം ചെയ്യുക. ഫൈൻഡ് സൈൻ ഓഫ് Y എടുത്തു കഴിഞ്ഞാൽ നമുക്ക് PQന്റെ വാല്യൂ കിട്ടും. ജസ്റ്റ് സൈൻ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് PQ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ തിയോളജിയുടെ അടുത്ത് Pയിൽ വെക്കുക, Yയിലേക്ക് ബാക്ക് സൈഡ് എടുക്കുക, ട്രാൻസിറ്റ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? ഞാൻ ടെലിസ്കോപ്പ് അല്ലെങ്കിൽ തിയോളജി ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്? P പോയിന്റ് ചെയ്യും. P പോയിന്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ PYX എന്ന ആംഗിള് അവിടെ നിന്ന് ഇങ്ങോട്ട് സെറ്റ് ഔട്ട് ചെയ്യും. നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ആംഗിൾ എത്രയാണോ അത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് സെറ്റ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ തിയോളജി ഇപ്പം P മാറും. P മാറിക്കഴിഞ്ഞാൽ ആ P'-ന് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരക്കുക. അതിൽ PQ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദ പോയിന്റ് Q. അപ്പോൾ നമുക്ക് XY എന്ന പോയിന്റ് Qയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് അപ്പുറത്തെ എൻഡ് വരെ എത്താൻ പറ്റും. ഇതാണ് ഇതാണ് സെറ്റിംഗ് ഔട്ട് ഓഫ് അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു അണ്ടർഗ്രൗണ്ട് സെറ്റിംഗ് ഔട്ട് എന്ന് പറയുന്ന ഹെഡിങ് ശരിക്കും ഇതിനാണ് കൊടുക്കേണ്ടത്. ട്രാൻസ്ഫർ ഓഫ് സെൻട്രൽ ലൈൻ മീൻസ് എക്സിനെ വൈ നമ്മൾ താഴേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് പറയുന്നത്. ഇത് അണ്ടർഗ്രൗണ്ട് സെറ്റിംഗ് ഔട്ട് ആണ്. അത് തന്നെ നമ്മൾ ഇനി ട്രാൻസിറ്റ് ചെയ്ത് ചെക്ക് ചെയ്യുന്ന കാര്യം പറയുവാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെന്ന് നിർബന്ധമില്ല, ഇത് നോക്കണമെന്നില്ല. മറ്റേ അപ്പുറത്ത് പറഞ്ഞ സ്ലൈഡ് ക്ലിയർ ആയിട്ട് പഠിച്ചാൽ മതി. ഇനി അണ്ടർഗ്രൗണ്ട് ലെവലിംഗ് ആണ്. അണ്ടർഗ്രൗണ്ട് ലെവലിംഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്കിവിടെ ഇപ്പം എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു വൈയും ഉണ്ട്. അപ്പം എക്സിനെ വൈ നമ്മൾ താഴേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് താഴത്തെ എക്സും കിട്ടി, വൈയും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുള്ളി അറേഞ്ച്മെന്റ് വെച്ചിട്ട് നമ്മളൊരു മെറ്റാലിക് വയർ കാണും. മെറ്റാലിക് വയർ ഇങ്ങോട്ട് ഇറക്കും. മെറ്റാലിക് വയർ വിത്ത് എ വെയിറ്റ് അറ്റ് ഇറ്റ്സ് ബോട്ടം നമ്മൾ ഇറക്കും. സോ ആ ഒരു വെയിറ്റ് പുള്ളി വെച്ച് കറക്റ്റായിട്ട് ആ ലെവലിൽ കൂടെ ഇറങ്ങി വന്ന് നമ്മുടെ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യും അല്ലേ? ആ ടച്ച് ചെയ്യുന്ന ഇവിടുത്തെ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇത് മൊത്തം പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ലൈൻ അളന്ന് നോക്കും, അല്ലെങ്കിൽ സ്കെയിൽ വെച്ച് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലെങ്ത് എത്ര മീറ്റർ താഴേക്ക് പോയി എന്ന് നമ്മൾ മെഷർ ചെയ്യും. ഇപ്പം നമുക്ക് സേ ഇറ്റ് ഇസ് ഒരു 8 മീറ്റർ താഴേക്ക് പോയി ഈ ഒരു പോയിന്റ്, അല്ലെങ്കിൽ ഈ ഒരു താഴെ വരെ മുട്ടണം. ഈ പ്ലം ബോബ് അല്ലെങ്കിൽ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്, ഈ ഒരു മെറ്റാലിക് വയർ എന്ന് പറയുന്നത് താഴത്തെ വൈയിൽ വന്ന് മുട്ടണം. മുട്ടി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൊത്തം പുറത്തേക്ക് എടുത്തിട്ട് ഈ ഒരു പോയിന്റ് നമ്മൾ എന്തെങ്കിലും വെച്ച് കെട്ടുകയോ എന്തെങ്കിലും വെച്ച് മാർക്ക് ചെയ്തിട്ട് പുറത്തെടുത്തിട്ട് ഇത്രയും ലെങ്ത് നമ്മൾ സ്കെയിൽ വെച്ച് അല്ലെങ്കിൽ ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കും. നമുക്ക് കിട്ടിയത് ഒരു 8 മീറ്റർ ആണെന്നിരിക്കട്ടെ. 8 മീറ്റർ ആണ് താഴേക്ക് പോയത്. വിച്ച് മീൻസ് എന്തായിരിക്കും? വൈ മീൻസ് എന്താണ്? ഗ്രൗണ്ടിലെ പോയിന്റ് ആണ്. അപ്പോൾ അതിന്റെ റെഡ്യൂസ് ലെവൽ നമുക്ക് അറിയായിരിക്കും. സപ്പോസ് വൈയുടെ റെഡ്യൂസ് ലെവൽ ഓഫ് വൈ എന്ന് പറയുന്നത് 100 മീറ്റർ നമുക്ക് അറിയാൻ പറ്റും. എത്രയായാലും നമുക്ക് അറിയാൻ പറ്റും. സപ്പോസ് ഇറ്റ് ഇസ് 100 മീറ്റർ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? താഴത്തെ റെഡ്യൂസ് ലെവൽ എത്രയായിരിക്കും? ഇവിടുത്തെ റെഡ്യൂസ് ലെവൽ എത്രയായിരിക്കും? ഇവിടുത്തെ 100 മീറ്റർ ആണ്, താഴേക്ക് എത്ര പോയി? 8 മീറ്റർ ആണ് പോയിരിക്കുന്നത്. അപ്പോൾ 100 - 8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 92 മീറ്റർ ആണ് ഇവിടുത്തെ റെഡ്യൂസ് ലെവൽ എന്ന് കിട്ടും അല്ലേ? അത് വെച്ച് നമുക്ക് ഈ റെഡ്യൂസ് ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് മൊത്തം അങ്ങ് ലെവൽ ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലായിടത്തും തന്നെ 92 റെഡ്യൂസ് ലെവൽ വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കാം. അതാണ് ലാസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ലെവലിംഗിൽ വരുന്നത്. റെഡ്യൂസ് ലെവൽ ഓഫ് എക്സ് ആൻഡ് വൈ ആർ ഫൗണ്ട്. പ്ലം ബോബ്സ് ആർ സസ്പെൻഡഡ് ത്രൂ എക്സ് ആൻഡ് വൈ ടു ടച്ച് പോയിന്റ്സ് എക്സ് ആൻഡ് വൈ ഓൺ ഇൻവേർഡ് ലെവൽ ഓഫ് ദ ടണൽ. അതായത് മുകളിലുള്ള എക്സും വൈ, ഗ്രൗണ്ടിലുള്ള എക്സിലും വൈയിലും കൂടി നമ്മൾ പ്ലം ബോബ് താഴേക്ക് ഡ്രോപ്പ് ചെയ്യും. സോ ആസ് ടു ടച്ച് എന്താണ്? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടണലിലുള്ള പോയിന്റ്സ് ആയ എക്സിലും വൈയിലും വരും ടച്ച് ചെയ്യുന്നവരെ. എക്സിലും വൈയിലും കൂടെ ഓരോ പ്ലം ബോബ് വിത്ത് മെറ്റാലിക് വയർ നമ്മൾ ഇറക്കും. such that it should touch the corresponding points in inward അല്ലെങ്കിൽ floor of the tunnel. താഴെ ഒന്ന് മുട്ടുന്ന രീതിയിൽ ഇറക്കും. എന്നിട്ട് ഇത് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ മെഷർ ചെയ്യണം. പ്ലം ബോബ് വിത്ത് വയർ ഈസ് സസ്പെൻഡ് ഓൺ ഗ്രൗണ്ട് ഫോർ കമ്പാരിസൺ വിത്ത് സ്റ്റീൽ ടേപ്പ് ആയിട്ട് കമ്പയർ ചെയ്യുക. ഇപ്പോൾ കിട്ടുന്ന ഒരു 8 മീറ്റർ അതിൻ്റെ ലെങ്ത് കിട്ടുന്നതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ 8 മീറ്റർ നമ്മുടെ റെഡ്യൂസ് ലെവൽ ഓഫ് ദ ടോപ്പ് ഗ്രൗണ്ടിലെ പോയിന്റിൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവേർട്ടിൻ്റെ അല്ലെങ്കിൽ ടണലിൻ്റെ ബോട്ടത്തിൻ്റെ റെഡ്യൂസ് ലെവൽ കിട്ടും. ആ റെഡ്യൂസ് ലെവൽ വെച്ചിട്ട് അല്ലെങ്കിൽ അത് ബെഞ്ച് മാർക്ക് ആക്കി വെച്ചിട്ട് മൊത്തം അങ്ങ് ലെവൽ ചെയ്യുക. അതാണ് അണ്ടർഗ്രൗണ്ട് ലെവലിംഗിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെറ്റിംഗ് ഔട്ട് ഓഫ് ടണലിൽ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കണം. 4 പോയിന്റ്സാണ് ഉള്ളത്.
setting out along ground surface, transferring a central line from ground to underground, underground setting out, and underground leveling.